നമസ്കാരം. ശ്രീനി ആലക്കോടാണ്. ക്യാപ്ഷനിൽ കൊടുത്തതുപോലെ ആലക്കോടും അരങ്ങവും ഒന്നാവുകയാണ്. ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളാണ് ഓരോ ദിവസവും ആലക്കോട് മേഖലയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ അരങ്ങം ജംഗ്ഷനിൽ ഒരു ക്ലിനിക്കും ലാബും കൂടി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ സജീവ് ജോസഫ് MLA ഈ നീതി ലാബ് ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്യുന്നു. ആ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയാണ്. ഇത് അരങ്ങം ജംഗ്ഷനിലെ ഒരു പ്രധാനപ്പെട്ട വ്യാപാര സമുച്ചയമാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. രാവിലത്തെ ചടങ്ങുകളൊക്കെ കാണാം. അപ്പോൾ MLA യുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ഇനി നാടമുറിച്ച് ഈ നീതി ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്യുന്ന ആ ചടങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതാണ് ക്ലിനിക്കിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. MLA ഉൾപ്പെടെയുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പ്രസിഡന്റുമാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ബഹുമാനായ MLA സജീവ് ജോസഫ് സാർ ഈ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം, ഈ ലാബിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അരങ്ങം ജംഗ്ഷനിൽ ആദ്യമായിട്ട് ഇതാ ഇങ്ങനെ ഒരു ക്ലിനിക്കും ലാബും കൂടി തുടങ്ങുകയാണ്. നല്ല മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ രാവിലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നമുക്ക് കാണാം ഒരുപാട് ആളുകൾ, ഉദയഗിരി ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, അങ്ങനെ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നീതി ക്ലിനിക്കിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാന്യ സജീവ് ജോസഫ് സാർ നിർവഹിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലക്കോട് അരങ്ങത്തിന് തത്സമയമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ലാബ് ക്ലിനിക്കൊക്കെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇവിടെ ഒരു പുതിയ ഡോക്ടർ ഇന്ന് ഏറ്റെടുക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ അരങ്ങം ജംഗ്ഷനിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം തുടങ്ങുന്നത്. ഒരുപാട് പാർക്കിംഗ് സൗകര്യമൊക്കെയുള്ള നല്ല ഒരു സ്ഥാപനമായിട്ട് ഇത് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് നോക്കാം. കാരണം ഒരുപാട് ആളുകൾ ഒട്ടേറെ ആളുകൾ രാവിലെ മുതൽ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വിപുലമായ സൗകര്യങ്ങളുള്ള ഒരു നല്ല ഒരു ക്ലിനിക്ക്, ആ ക്ലിനിക്കിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. പേഷ്യൻസ് വന്നാലിരിക്കാനുള്ള സൗകര്യങ്ങൾ, അവർ പരിശോധിക്കുവാനുള്ള പരിശോധനാ മുറികൾ, റിസപ്ഷൻ ടേബിൾ, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ കാണാം. ഇത് ഡോക്ടറുടെ വൈഫാണ്. നമുക്ക് ഇവരോടൊക്കെ സംസാരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഉദ്ഘാടന ചടങ്ങുകൾ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ചേച്ചിയൊക്കെ ആയിട്ട് ഇവിടെ അടുത്തുള്ള താമസിക്കുന്ന ചേച്ചിയാണ്. അപ്പോൾ ഇതാണ് അരങ്ങം ജംഗ്ഷനിൽ പുതുതായി ആരംഭിച്ച ക്ലിനിക്കിൻ്റെ ദൃശ്യങ്ങൾ. ഇനി ഇപ്പോൾ അപ്പുറത്ത് ലാബുണ്ട്, അവിടെ ഫാർമസി ഉണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മലയോര മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് മാഷയുടെ ബിൽഡിംഗാണ്. പക്ഷേ നമസ്കാരം. ഓരോ സ്ഥാപനങ്ങൾ നമ്മുടെ ഇവിടെ വരികയാണ് അല്ലേ? ആയിക്കോട്ടെ അല്ലേ, വളരെ സന്തോഷം. ഇനിയും വരട്ടെ. അതെ അതെ, ഈ പുതിയ സ്ഥാപനങ്ങൾ വരട്ടെ. പുതിയ സ്ഥാപനങ്ങൾ വരട്ടെ. നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് GSRന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ വരികയാണ്. നമ്മുടെ സൈറ്റേട്ടൊക്കെ നിങ്ങൾ ഏതാണ്ടല്ലേ, സീസർ ഇന്റീരിയർ, ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സജേട്ടോ, ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നു അല്ലേ? എങ്ങനെയുണ്ട് സ്ഥാപനം? ഉഷാറായിട്ടുള്ള മനോഹരമായ ഒരു സ്ഥാപനമാണ്. ആ മനോഹരമായ ഒരു സ്ഥാപനത്തിൽ പാർക്കിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഈ നീതി ക്ലിനിക്കും ലാബും ഫാർമസിയും ഒക്കെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് കാണാം. അരങ്ങത്തുള്ള ഒരുപാട് ആളുകളുണ്ട്. സുരേന്ദ്ര സാർ, എന്നാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു അല്ലേ? പിന്നെ എങ്ങനെ പുതിയ സ്ഥാപനങ്ങൾ വരിക? നല്ലൊരു സ്ഥാപനം, നമുക്കൊക്കെ സൗകര്യമാണ്. അടുത്ത് വന്ന് പെട്ടെന്ന് വന്ന് രാവിലെ വന്ന് പരിശോധിക്കാൻ പറ്റും, ലാബ് ചെയ്യാൻ പറ്റും. ദിവ്യായിട്ട് തൊട്ടടുത്താണല്ലേ? തൊട്ടടുത്ത് വരുന്നതുകൊണ്ട് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. മത്സരൊക്കെ ഇന്ന് അടുത്ത ഫാർമസിയുടെ ഉദ്ഘാടനം അല്ലേ? എങ്ങനെ, എന്തുണ്ട്? നല്ല സന്തോഷമുണ്ട്. നല്ല സന്തോഷം. ഫ്രണ്ടാണ്. ഈ ഡോക്ടർ വീട് എവിടെയാണ്? ഡോക്ടറുടെ വീട് തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ ഡോക്ടറാണ് വരുന്നത്, മുട്ടായിക്കായിട്ട് വരുന്നത്. നമുക്ക് സംസാരിക്കാം കേട്ടോ. ഇത് നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആയിഷ PC ആണ് ഇതിന്റെ ഈ ഫാർമസിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. MLA യുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് ആയിഷ PC ഈ ഫാർമസിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നമ്മുടെ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. അതുപോലെ തന്നെ ലാബിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ ഉദയഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ സാർ നിർവഹിച്ചു. ഇപ്പോൾ നമ്മുടെ ഈ ഫാർമസിയുടെ ഉദ്ഘാടനം നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിഷ PC നിർവഹിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
വളരെ മനോഹരമായ ഒരു ദിവസമാണ്. പിന്നെ ഈ നല്ല ദൃശ്യങ്ങളൊക്കെ രാവിലെ പോസിറ്റീവ് എനർജി തരുന്ന ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും എനർജി ഉണ്ടാവും. ചേട്ടാ എന്നാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു അല്ലേ? സുഖമായിരിക്കുന്നു. അരങ്ങത്തങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ വരികയാണ് അല്ലേ? പുതിയ സ്ഥാപനങ്ങളൊക്കെ വരികയാണ്. ഡോക്ടർ മൊട്ടായിക്ക് അതാണ് നമ്മുടെ ഡോക്ടർ, തിരുവനന്തപുരക്കാരനാണ് അല്ലേ? എന്റെ പേരെന്താ ഡോക്ടറുടെ? ഡോക്ടർ ശ്രീജിൻ. ഇവിടെ ആലക്കോട് ആദ്യമായിട്ടാണോ? ആലക്കോട് ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. ഈ മേഖലയിൽ ഉണ്ടായിട്ട് കുറെ ആയോ? ചെറുപുഴയ്ക്ക് ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ശ്രീകണ്ഠാപുരം രാജീവ് ഗാന്ധിയിലുണ്ടായിരുന്നു 4 വർഷം. അതിനു മുമ്പ് എമർജൻസിയിലായിരുന്നു ട്രിവാൻഡ്രത്ത് എല്ലാവരും. അതെ അല്ലേ? ആലക്കോടേക്ക് വരികയാണ്. അതിനുശേഷം പട്ടത്ത് 1 വർഷം. ഇവിടേക്ക് ഉണ്ടായിരുന്നു. ഈ മേഖലയിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഈ മേഖലയിലുള്ള എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഡോക്ടറെ സുപരിചിതരായിരിക്കും. പട്ടുവത്തും ഇവിടെ ശ്രീകണ്ഠാപുരത്തൊക്കെയുള്ള ആളായിരുന്നു ഡോക്ടറെ. നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പം എന്തൊക്കെ ക്ലിനിക്ക് ഉദ്ഘാടനം പ്രമാണിച്ച് ക്ലിനിക്കിലൊക്കെ ഓഫറുകളൊക്കെ പറയുന്നു. എന്താണ്? ഒരാഴ്ചത്തേക്ക് ECG, BP, ഷുഗർ എല്ലാം ഫ്രീ ആണ്. ഫസ്റ്റ് 2 ദിവസത്തേക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ, ECG, BP, ഷുഗർ എല്ലാം ഫ്രീ. ഇന്ന് നാളെ ഇതൊന്നും വേണ്ട, ഡോക്ടർ ഫീ ഒന്നും വേണ്ട, എല്ലാം ഫ്രീ ആണ് 2 ദിവസത്തേക്ക്. വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം അല്ലേ? ആർക്കും വരാം, പരിശോധിക്കാം. ECG എടുത്ത് കാണിച്ചിട്ട്. അപ്പൊ ഡോക്ടറെ ആദ്യത്തെ ഈ 2 ദിവസം ഡോക്ടർ കാർഡെങ്കിലും നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പൊ ഇങ്ങോട്ടേക്ക് വരിക. എന്തായാലും ഒരു വലിയ സ്ഥാപനം നമ്മുടെ MLA സാറ് നമ്മൾ സംസാരിക്കും. സാർ ഗുഡ് മോർണിംഗ്. നമ്മൾ തത്സമയം ഒരുപാട് പ്രേക്ഷകർ കാണുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം. ഒരു പുതിയ സ്ഥാപനങ്ങൾ ആലക്കോട് വരികയാണ്. അതെ, ആലക്കോട് വികസനത്തിൻ്റെ പെരുമഴയാണ്. നിരവധി സ്ഥാപനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ആരോഗ്യരംഗത്തെ ഒരു മഹത്തായ സ്ഥാപനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. നീതി ക്ലിനിക് ആൻഡ് ലാബ്. തീർച്ചയായിട്ടും ഇത് ഏറെ ഉപകരിക്കും. പിന്നോക്ക മേഖലയായ ആലക്കോട് സ്ഥിരാകേന്ദ്രമായ മലയോരത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള ആലക്കോട് ഒട്ടേറെ ആളുകൾക്ക് ആവശ്യമാണ്. പല ആവശ്യങ്ങൾക്കുമായി അവരിപ്പോൾ തളിപ്പറമ്പിലും കണ്ണൂരിലുമൊക്കെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഈ ആശുപത്രിയിലെ ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരാണ് ഇവിടെ അവരുടെ സേവനം ലഭ്യമാക്കുന്നത്. അവരെ ഞാൻ പ്രത്യേകമായി അനുമോദിക്കുന്നു. ഈ സംരംഭത്തിന് എല്ലാവിധ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. നമ്മുടെ ഉദയഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖര സാറുണ്ട്. നമ്മുടെ ഈ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. എന്ത് തോന്നി? അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ആലക്കോട് എന്ന മലയോര മേഖലയുടെ തൊട്ടടുത്തുള്ള അനങ്ങത്ത് നീതി ക്ലിനിക് എന്ന ഒരു സ്ഥാപനം ആതുര രംഗത്ത് പ്രവർത്തനം ആരംഭിച്ചു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. മിതമായ നിരക്കിൽ മികച്ച ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടി ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ, ഒരു ജനകീയ സംരംഭമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. നമ്മുടെ ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ പ്രസിഡന്റ് ഇവിടെ പോകുന്നു. പ്രസിഡന്റ് നമ്മുടെ ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റാണ്. രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. പുതിയ സ്ഥാപനം വരികയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് നമ്മുടെ ഒരു രോഗത്തിന് ഒരു ശമനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയോര മേഖലകളിലെല്ലാം ഇതുപോലുള്ള ക്ലിനിക്കുകൾ തുടങ്ങുന്ന മുന്നോട്ട് വന്ന ഡോക്ടറുടെയും ഇതിൻ്റെ മുഴുവൻ സഹപ്രവർത്തകരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിനന്ദിക്കുന്നു. ഈ സ്ഥാപനം നമ്മുടെ സ്ഥാപനം എന്ന നിലയ്ക്ക് തന്നെ കണ്ടുകൊണ്ട് എല്ലാ പ്രോത്സാഹനവും കൊടുക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. വളരെ സന്തോഷം. നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ ഉണ്ട്. സൗമ്യട്ടാ വിശേഷങ്ങൾ സ്വന്തം വീടിനടുത്താണല്ലേ? അതെ, നല്ലൊരു സംരംഭമാണ്. കാരണം ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് പറയുമ്പം MLA പറഞ്ഞതുപോലെ നമുക്കതിന് ആശംസ നേരാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യത്തിൽ പിന്നെ പുതിയ ഒരു സേവനം, പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയോര മേഖലയിലെ ഒരുപാട് രോഗികൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലത്തെ ഒരു ക്ലിനിക്കും അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പും കൺസൾട്ടേഷനും ഒക്കെ വളരെ നല്ലതാണ്. സൗമ്യ, വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഈ ഉദ്ഘാടനം തന്നെ നമുക്ക് വളരെയധികം സന്തോഷമാണ്. നമ്മുടെ സ്വന്തം രംഗത്ത് നമ്മുടെ നാട്ടുകാരനല്ലാത്ത ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ഈ നാടിനെ തേടി പിടിച്ച് നമുക്കിവിടെ ഒരു ഉദ്ഘാടനത്തിന് ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് കാണിച്ച മനസ്സ്, അതിന് തന്നെ വലിയൊരു സന്തോഷം. എല്ലാ വിജയാശംസകളെല്ലാവരും നമുക്ക് കാണാം. ഇവിടെ ഒരുപാട് ആളുകൾ. നമുക്ക് ഇതിനകത്ത് ഇതിന്റെ സൗകര്യങ്ങളെ കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിക്കാം. ഇവിടെ ഇത് ഡോക്ടറുടെ വൈഫ് കേട്ടോ. ഹായ്, പേരെന്താണ്? എവിടെ വീട്? ഞാൻ ബേസിക്കലി തിരുവല്ലയാണ്. തിരുവല്ലക്കാരിയാണ് അല്ലേ? ഓക്കെ. ഈ ആലപ്പുഴക്ക് ആദ്യമായിട്ടാണ് വരുന്നത്? ആദ്യമായിട്ടാണ്. എന്തായാലും നിങ്ങൾക്ക് വലിയ ആശംസകളാണ് നമ്മുടെ ഈ പ്രേക്ഷകർ നൽകുന്നത്. ഇതാണ് ഈ സൗകര്യം, ലാബിന്റെ സൗകര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല രീതിയിൽ ഒരുക്കിയിട്ടുള്ള നല്ലൊരു സെറ്റ് ചെയ്ത ഒരു ലാബാണ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അതിമനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്ത ഈ സ്ഥലം, അതിമനോഹരമായ സ്ഥലം തന്നെയാണ് അരങ്ങം ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ അരങ്ങം ജംഗ്ഷൻ ഇത്തരത്തിൽ ഒരു നല്ല ഒരു സ്ഥാപനമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഹലോ സാർ, നമസ്കാരം. എന്താണ് പേരെന്താണ്? ഇവിടെ അടുത്താണ് വീട്? കരിഞ്ചേരിക്കാരനാണ്. അതെ അല്ലേ? ഡോക്ടർക്ക് ഒരുപാട് പരിചയക്കാരുണ്ടല്ലോ ഇവിടെ. ജനകീയ ഡോക്ടറാണ്. ഓക്കെ.
മാഡം അതുപോലെ തന്നെ ഇവിടെ ചെയ്യേണ്ടായിരുന്നു പുള്ളിക്കാരത്തിന് നമുക്കറിയാവുന്ന മാഡം ഡോക്ടറാണ് അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാം ഇവിടെ തന്നെ നേരത്തെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് 2 വർഷമായി ശ്രീകണ്ഠപുരം വർക്ക് ചെയ്യുന്നുണ്ട്. രാജീവ് ഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. ഉണ്ടല്ലേ? അപ്പോൾ എല്ലാവർക്കും സുപരിചിതരായ ഡോക്ടേഴ്സ് തന്നെയാണ് നമ്മുടെ ആലക്കോട് മേഖല. രാജോട്ടാ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. അപ്പോൾ പുതിയ ഡോക്ടർ നമുക്ക് മലയോര മേഖല ഇപ്പം നോക്കുമ്പോൾ എല്ലാവർക്കും പരിചയക്കാരാണ്. മലയോര മേഖലയ്ക്ക് ഒരു ഉണർവുണ്ടാകട്ടെ. ഉണർവുണ്ടാകട്ടെ. അപ്പോൾ പിന്നെ എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഡോക്ടർ ഒരു കാര്യം കൂടി, ഇ എൻ ഡി ഡോക്ടർ വരുന്നുണ്ട് അല്ലേ? ENT ഡോക്ടർ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉണ്ടാവുന്നതാണ്. വൈകിട്ട് 4 മണി തൊട്ട് 6 മണി. ഒന്നുകൂടെ സമയം പറഞ്ഞോളൂ. വൈകിട്ട് 4 മണി തൊട്ട് 6 മണി വരെ എല്ലാ തിങ്കളും ബുധനും വെള്ളി ഉണ്ടാവുന്നതാണ്. ഡോക്ടർ പേരെന്താ? ഡോക്ടർ മീര സന്ദീപ്. ഇവിടുത്തെ കാര്യം തന്നെയാണ് അല്ലേ? കാര്യമാണ്. പിന്നെ സൺറൈസ് ഹോസ്പിറ്റലിൽ കാഞ്ഞങ്ങാട് സീനിയർ കൺസൾട്ടന്റ് ആയിരുന്നാണ്. പ്രഗ്നന്റ് ആയതുകൊണ്ട് ഇവിടെ തന്നെ സെറ്റിൽ ആവാൻ വേണ്ടി നമ്മുടെ നാട്ടുകാർ കൂടി തന്നെയാണ് ENT ഡോക്ടർ, പ്രശസ്തയായ ഡോക്ടറാണ് വരുന്നത്. നമുക്ക് കാണാം, ഇതാണ് നീതി ക്ലിനിക് ആൻഡ് ലാബ് ഫാർമസി, നമ്മുടെ അരങ്ങം ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരാം. ഞാൻ അതിൻ്റെ റൂട്ട് ഒരിക്കൽ കൂടി പറയാം. ഇത് അരങ്ങം ജംഗ്ഷനാണ്, പോലീസ് സ്റ്റേഷൻ്റെ ആ ജംഗ്ഷനുള്ള ഒരു സ്ഥലമാണിത്. ഈ പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ റോഡിനോട് ചേർന്ന് നല്ല മനോഹരമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കാണാം. ആ മനോഹരമായ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്, നീതി ക്ലിനിക് ലാബ് ഫാർമസി. അപ്പം ഇവിടെ വന്നാൽ ഡോക്ടറെ കാണിക്കാം, നമുക്ക് ടെസ്റ്റ് ചെയ്യാം, മരുന്ന് വാങ്ങാം, എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും സൗകര്യമുള്ള ഒരു നല്ല ക്ലിനിക്കാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ രാവിലെ നല്ല കാഴ്ചകളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത്. എല്ലാവർക്കും സന്തോഷമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷ ദിവസമായി മാറട്ടെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.